ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ ചില തനത് സ്വഭാവ രീതികളുണ്ട്. അത് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. വിക്ടിം ആയിട്ടുള്ള, അതായത് കൂടെ ജീവിക്കുന്ന ടോക്സിക് പേഴ്സന്റെ കൂടെ ജീവിക്കുന്ന പാർട്ട്ണർ ഉണ്ടല്ലോ, അവരെ ഈ സൊസൈറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുകളിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്യുക. അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ, ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം, കസിൻസ്, കൊലീഗ്സ്, ഇവരിൽ നിന്നൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് ഞാനേ ശരണം എന്ന് പറഞ്ഞിട്ട് ഈ ടോക്സിക് പേഴ്സണെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആരടുത്തും പറയാൻ പറ്റാത്ത രീതിയിൽ അവർ ഐസൊലേറ്റ് ചെയ്യും. പിന്നെ അവർ ചെയ്യുന്നതാണ് വല്ലാത്തൊരു ഭീഷണിയായിരിക്കും. നീ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിന്നെ സൊസൈറ്റിയിൽ നാട്ടിക്കും, നിന്റെ വീട്ടുകാരുടെ ഇടയിൽ ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും, അതും അല്ലെങ്കിൽ നീ ഇല്ലെങ്കിൽ ഞാൻ ഇപ്പം മരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ മരിക്കുന്നില്ല, വ്യക്തിമായിട്ടുള്ള ആളായിരിക്കും ചിലപ്പോൾ മേലോട്ട് പോകുന്നുണ്ടായിരിക്കുക. പലപ്പോഴും ഇവർ ചെയ്യുന്ന വേറൊരു ഡ്രാമയാണ് ഒരുപാട് ഉപദ്രവിക്കും. എന്നിട്ട് ഇവരൊന്നും അറിയാത്തതുപോലെ എല്ലാത്തിൻ്റെയും കാരണം നിങ്ങളാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ നിരന്തരം പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നും, ഇനി ഞാൻ എന്നെയാണോ പ്രശ്നം, ഞാനൊന്ന് നന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ശരിയാവും എന്നുള്ള രീതിയിലുള്ള ഒരു ഡ്രാമയായിരിക്കും ഇവർ ഇറക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ കുറേ കൂടി കൺഫ്യൂസ്ഡ് ആക്കും. പിന്നെ ലവ് ബോംബിങ്, അതായത് ഒരുപാട് ഉപദ്രവിച്ചതിന് ശേഷം പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കുന്നത് പോലെ ഇടയ്ക്ക് കുറച്ച് സ്നേഹം ഇങ്ങനെ വാരി വിതറി നൽകും. അപ്പോൾ വിക്ടിമായിട്ടുള്ള ആൾ എത്ര നല്ല ആളാണ്, എത്ര സ്നേഹമാണ് എന്നോട് എന്ന് പറഞ്ഞിട്ട് അതിൽ മൂക്ക് കുത്തി വീഴും. വീണ്ടും ഈ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ട്രോമ ബോണ്ടിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതാണ് ഒരു ടോക്സിക് പേഴ്സന്റെ കൂടെയുള്ള ഏറ്റവും ലംബായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്.